ഹായ് ഹലോ ഐ ആം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നൊരു ഫിലിം റിവ്യൂ ആണ്. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് നമ്മുടെ ടോവിനോ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച അജയൻ്റെ രണ്ടാം മോഷണം എന്ന ഫിലിമാണ്. ഇന്നലെ ഞാൻ ഫിലിം കണ്ടു. അപ്പോൾ ആ ഫിലിമിനെ കുറിച്ച് എനിക്ക് ഫീൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കാണാത്തവർക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൽ അഭിനയിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല, ഇനി മുതൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത ആളെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. ജിതിൻ ലാൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃത്യവ്യ ആ ഒരു കടമ അദ്ദേഹം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഫിലിം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോവിന് ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല എഫേർട്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എഫേർട്ട് കൊടുത്തിട്ടുള്ള ഒരുപാട് സീനുകൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. ആസ് ഒരു ഫിലിം ആക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് എപ്പോഴും. അപ്പം അദ്ദേഹത്തിന് എന്താണോ ആ ഒരു ഫിലിമിൽ നമുക്ക് എന്താണോ ആ ഒരു ഫിലിമിൽ അദ്ദേഹത്തിന് നമുക്ക് തരാൻ കഴിയുന്നത് അതിൻ്റെ ബെസ്റ്റ് തന്നെയാണ് ടോവിനെ ഈ ഫിലിമിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഒപ്പം ഒരുപാട് നല്ല കലാകാരന്മാർ അദ്ദേഹത്തിനോടൊപ്പം ഈ ഒരു ടീമിനോടൊപ്പം ഉണ്ട്. നമ്മുടെ അജു വർഗീസ്, ജഗദീഷ് പറയാതിരിക്കാൻ പറ്റത്തില്ല. മലയാളത്തിൻ്റെ ഒരു നല്ല ഇപ്പോഴുള്ള ഒരുപാട് കലാകാരന്മാരിൽ ഏറ്റവും മികച്ചൊരു കലാകാരനായിട്ട് അന്നും ഇന്നും ജഗദീഷിന് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹവും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അജു വർഗീസ്. ഒപ്പം തന്നെ കൃതി ഷെഡ്ഡി എന്ന് പറഞ്ഞിട്ട് ഒരു മറുഭാഷ നായിക, പുള്ളിക്കാരത്തെയും നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ബേസിൽ ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു പുതിയ ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബേസിൽ. നമ്മുടെ പണ്ടത്തെ ജയറാമിനൊക്കെ പകരം വെക്കാൻ പറ്റുന്ന ഒരാളല്ലേ ബേസിലും അതുപോലെ തന്നെ വളരെ നന്നായിട്ട് സുധീഷ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പേര്, ഐശ്വര്യ, പിന്നെ എന്താണ് സുരഭി കേട്ടോ, സുരഭി നാഷണൽ അവാർഡ് വിന്നർ. അവരെ പിന്നെ പറയേണ്ട കാര്യമില്ല, അവരവരുടെ ഭാഗം വളരെ 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 ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂവി എനിക്ക് ഫീൽ ചെയ്തത് മൂവിയുടെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു ലാഗിങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ മൂവിയുടെ സെക്കൻഡ് ഹാഫ് ഫിലിമിനെ ആകെ മാറ്റിക്കൊണ്ട് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ആ ഫിലിമിലുണ്ട്. അജയൻ്റെ മോഷണവും മണിയൻ ഒരു സംഭവം മോഷ്ടിച്ച്, മണിയനും അജയനും ഒക്കെ ഒരാൾ തന്നെയാണ്, നമ്മുടെ ടോവിന് തന്നെയാണ് ആ ഒരു മോഷ്ടിച്ച സംഭവം കണ്ടുപിടിക്കാനായിട്ടുള്ള രണ്ട് കൂട്ടുകാരുടെ ആ ഒരു ശ്രമങ്ങളും ഒക്കെ ആയിട്ട് അത് വളരെ 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 രസത്തിലാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടോവിനയുടെ എഫേർട്ട് ഒട്ടും ചെറുതല്ല. കളരി ആയിട്ടൊക്കെ ഒരുപാട് രംഗങ്ങൾ അതിനകത്തുണ്ട്. ഫൈറ്റ് രംഗങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഫിലിം ആകെ കൂടെ ഓവറോൾ വെരി വെരി ഗുഡ് മൂവി, വണ്ടർഫുൾ മൂവി. അപ്പോൾ നമ്മൾ എല്ലാ പേരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഫിലിം കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം. വളരെ നല്ലൊരു മൂവി. നമ്മളത് കാണാതെ പോയാൽ നമ്മൾ പ്രത്യേകിച്ച് കല ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ, അതായത് ഇങ്ങനെയുള്ള ഫിലിമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് ഒരിക്കലും കാണാതെ പോകരുത്. അജയൻ്റെ രണ്ടാം മോഷണം വളരെ ഗുഡ് മൂവി. അപ്പോൾ എല്ലാവരും പോയി കാണുക. താങ്ക് യു സോ മച്ച്.